ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ.ടിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് ഈ ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താ, അതുപോലെ തന്നെ റൂട്ടർ, ഗേറ്റ് വേ, ബ്രിഡ്ജ് ഇതൊക്കെ എന്താണ്, അതുപോലെ തന്നെ ലാൻ, വാൻ, മാൻ, പാൻ. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ LDC കൊല്ലം അല്ലെ, കണ്ണൂർ കൊല്ലം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐ.ടിയിലത്തെ ഒരു ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇത്രയധികം ചോദ്യങ്ങൾ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹബ്ബ് എന്താണെന്നുള്ളത് നോക്കാം. ഇത് വളരെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത്ര എളുപ്പമാണ് കേട്ടോ. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ കമ്പ്യൂട്ടറുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹബ്ബ് എന്ന് പറയാം. കമ്പ്യൂട്ടറുകൾ എല്ലാത്തിനെയും കൂടിയിട്ട് ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹബ്ബ് എന്ന് പറയാം. നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ, കണ്ടോ, ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഈ മെയിൻ കമ്പ്യൂട്ടറിൽ നിന്ന് അവിടെ വെച്ചിട്ടുള്ള ഒരു ബോക്സ് പോലെയുള്ള സംഭവമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ ഹബ്ബ് വഴി എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും എത്തും. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു ഡയറക്ഷനില്ല. മെയിൻ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവിടുന്ന് മാത്രമാണ് സഞ്ചരിച്ചിട്ട് ബാക്കി എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും എത്തുന്നത്. നേരെ തിരിച്ചില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കമ്പ്യൂട്ടറിനും ആവശ്യമില്ലാത്ത കമ്പ്യൂട്ടറിനും എല്ലാവർക്കും ഒരേപോലെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, വളരെ ട്രാഫിക് കൂടും അല്ലെ. ട്രാഫിക് കൂടുമ്പോൾ എന്ത് പറ്റും, ബാൻഡ് വിഡ്ത്ത് കുറയും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പോരായ്മ, എല്ലാവർക്കും ഒരേപോലെ കിട്ടുകയാണ്. അപ്പൊ ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കൊക്കെ കിട്ടുകയാണ്. അപ്പൊ എന്താ പറ്റുന്ന, ട്രാഫിക് കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിന് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. കാരണം ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, അല്ലെ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുകയല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഇതിന്റെ ഒരു പോരായ്മ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്വിച്ച്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ, ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ പോരായ്മ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നു പറഞ്ഞില്ലേ. ഈ സ്വിച്ചിന്റെ കേസിൽ അങ്ങനെയല്ല. ആവശ്യമുള്ള ആൾക്കാരുടെ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഈ സ്വിച്ചിന്റെ പരിപാടി. ഓക്കെ, അതാണ് സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ചിൽ എന്താ പറയുന്നത്, നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഉപകരണമാണ് സ്വിച്ച്. കുറച്ചും കൂടെ ബുദ്ധിയുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സ്വിച്ച്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച്. ഓക്കെ, കാണുമ്പോൾ ഏതാണ്ട് ഹബിനെ പോലെ തന്നെ ഇരിക്കുമെങ്കിലും എന്താ പറ്റുന്നത്, എന്നാൽ സ്വിച്ച് ഡാറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യം സ്ഥാനം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും ഡാറ്റ പാക്കറ്റുകൾ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ പോസ്റ്റ്മാൻ ചെയ്യുന്ന പോലെ ആ ലെറ്റർ കറക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതേപോലെ കറക്റ്റ് അഡ്രസ്സ് നോക്കിയിട്ട് ആവശ്യമുള്ള ആൾക്ക് മാത്രം, ആവശ്യമുള്ള കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഇനി വളരെ തിരക്ക് കൂടിയിട്ടുള്ള കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹബിനേക്കാൾ നന്നായിട്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതേപോലെ ആവശ്യമുള്ള ആൾക്ക് മാത്രം ഈ ഡാറ്റ പാക്കറ്റ് വഴി കൊടുത്തു കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, അവിടുത്തെ ട്രാഫിക് കുറയാണ് അല്ലെ. അപ്പൊ കാരണം വളരെ കുറഞ്ഞ അളവിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ ശൃംഖലയിൽ തിരക്ക് ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മുടെ ഹബിന്റെ കുറച്ച് പോരായ്മകൾ മാറ്റിയെടുത്തിട്ടുള്ള ആളാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിന് കുറച്ചും കൂടെ ബുദ്ധി കൂടിയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. സ്വിച്ച് കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് നോക്കിയിട്ടാണ് ഓരോ കമ്പ്യൂട്ടറിലേക്കും ഡാറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് ബ്രിഡ്ജ് എന്നുള്ളത് നോക്കാം. ബ്രിഡ്ജിന്റെ പേര് പറയുന്ന പോലെ തന്നെ എന്താ ബ്രിഡ്ജ് ചെയ്യുക, കണക്ട് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്, ലാൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യും എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ പറയുമ്പോൾ രണ്ട് ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? അതായത് ഇപ്പൊ നമ്മുടെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകളുടെ ഒക്കെ ഒരു നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഓഫീസിൽ ഇപ്പൊ കുറെ റൂമുകളുണ്ട്. ഇപ്പൊ 2 റൂമുകളുണ്ടെന്ന് വിചാരിക്കുക. ഒരു റൂമിൽ ഒരു കമ്പ്യൂട്ടർ കുറെ കമ്പ്യൂട്ടേഴ്സുകളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത റൂമിലും ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ നിന്ന് കുറെ കമ്പ്യൂട്ടറുകളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഈ 2 മെയിൻ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാല് ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇനി ലാൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്തായിട്ട് വരും, ഓഫീസിലുള്ളത് ലാൻ ആണ് അല്ലെ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ കണക്ഷൻ. അതേപോലെ തന്നെ നമ്മുടെ കഫേയില്ലേ, കമ്പ്യൂട്ടർ കഫേയിലൊക്കെ ഉള്ളത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അല്ലെങ്കിൽ വീട്ടിലെ നെറ്റ്വർക്ക് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നെറ്റ്വർക്ക് പറഞ്ഞപ്പോ ലാൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. പാൻ പാൻ എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് നമ്മുടെ പേഴ്സണൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോ പെൻ ഡ്രൈവ്, അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറും പെൻ ഡ്രൈവും തമ്മിലുള്ള കണക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ് പാൻ എന്ന് പറയുന്നത്.
ലാൻ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നതാണ് മാൻ. മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപോളിയൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമ്മുടെ കേബിൾ ടി വി അല്ലെ, കേബിൾ ടി വി ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതായത് ഒരു സിറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു കണക്ഷൻ കേട്ടോ, അതൊക്കെയാണ് മാനിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു കണക്ഷനാണ് വാന്. വാൻ എന്ന് പറഞ്ഞാല് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്? അത് മെയിൻ ആയിട്ട് രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകം ഫുള്ളുമായിട്ട് ഉണ്ടാവുന്ന ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, വാൻ എന്ന് പറയുന്നത് കേട്ടോ, വാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പാനിനകത്താണെങ്കിൽ, പാൻ എന്ന് പറഞ്ഞാല് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ, അപ്പൊ പാനിനകത്തും അതേപോലെ തന്നെ ലാനിനകത്തും സ്പീഡ് വളരെ കൂടുതലായിരിക്കും കേട്ടോ, സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതേസമയം മാനിനകത്ത് കുറച്ചും കൂടെ സ്പീഡ് കുറവായിരിക്കും, വാൻ ആണെങ്കിൽ വേഗത കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ വാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെയാണ് കേട്ടോ വാനിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അതും കൂടെ പഠിച്ചു പോവാം. ഇനി അടുത്ത് നമുക്ക് എന്താണ് റൂട്ടർ അല്ലെങ്കിൽ റൗട്ടർ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ റൂട്ടർ ആ പേര് പറയുന്ന പോലെ തന്നെ കറക്റ്റ് റൂട്ടിലേക്ക് ഡാറ്റ എത്തിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ലാൻ, വാൻ, മാൻ, പാൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ ഒരു ലാനും അതേപോലെ തന്നെ ഒരു വാനും തമ്മിൽ ഒരു കണക്ഷൻ വേണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്, നമ്മുടെ ഓഫീസിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ അല്ലെ. അതേസമയം വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വേണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് റൂട്ടർ. ഓക്കെ, റൂട്ടർ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് രണ്ട് നെറ്റ്വർക്കിനും സെയിം റൂളുകൾ ഒബേ ചെയ്യണം. രണ്ട് നെറ്റ്വർക്കും സെയിം റൂള് ഒബേ ചെയ്യണം. ഈ റൂളിന് പറയുന്ന വേറൊരു പേരാണ് പ്രോട്ടോകോൾ. മനസ്സിലായോ? അപ്പൊ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റൂട്ടർ. പിന്നെ അവിടെ എന്താ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവർക്ക് രണ്ടുപേർക്കും ഒരേ പ്രോട്ടോകോൾ അനുസരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഒരു വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റ ചട്ടങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ പ്രോട്ടോകോൾ കേട്ടോ, ഉള്ളതുമായിട്ടുള്ള രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ, ആണ് റൂട്ടർ. പിന്നെ ഈ റൂട്ടറിന്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബ്രിഡ്ജുമായിട്ട് സാമ്യമുള്ള ഒരാളാണ് റൂട്ടർ. ഓക്കെ, പക്ഷെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കും അല്ലെ. അപ്പൊ റൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് അതിന്റെ അഡ്രസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും, അതിന്റെ മേൽവിലാസവും കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഹബിന്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് സാധനമാണ് സ്വിച്ച് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ബ്രിഡ്ജിന്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫോമാണ് നമ്മുടെ റൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ റൂട്ടർ എന്ന് പറഞ്ഞാൽ മേൽവിലാസമൊക്കെ നോക്കിയിട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റൂട്ടറിന്റെ കേസിൽ എന്താ പറഞ്ഞ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്കുകൾ അല്ലെ. അതായത് ഇപ്പൊ ലാനും വാനും തമ്മിൽ കണക്ഷൻ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ തമ്മിലുള്ള കണക്ഷൻ, പക്ഷെ അവർക്ക് സെയിം പ്രോട്ടോകോൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മുടെ റൂട്ടർ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, അവർക്ക് പെരുമാറ്റച്ചട്ടങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കണം. ഇനി ഒരേപോലെ അല്ലാത്ത പെരുമാറ്റച്ചട്ടങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. റൂട്ടർ പോലെ തന്നെ പക്ഷെ എന്താ ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്, റൂട്ടറിനെ അല്ല. അവിടെ നമ്മൾ ആരെയാ യൂസ് ചെയ്യുക, ഗേറ്റ് വേനെയാണ് യൂസ് ചെയ്യുക. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് സ്പീഡിൽ പറയാം. ഹബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഹബ് മെയിൻ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഒരേപോലെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അവിടെയുള്ള ട്രാഫിക് കൂടുന്നു, ആവശ്യമുള്ള ആൾക്കും ആവശ്യമില്ലാത്ത ആൾക്കൊക്കെ കിട്ടുകയാണ്. അപ്പൊ ട്രാഫിക് കൂടുന്നു, ബാൻഡ് വിഡ്ത്ത് കുറയുന്നു അല്ലെ. അപ്പൊ അതിനെ മാറ്റാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പോരായ്മ കാരണം വന്നിട്ടുള്ള ഒരാളാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അതിന് കുറച്ചും കൂടെ ബുദ്ധിയുള്ള ഒരാളാണ് അല്ലെ. അപ്പൊ അതിന്റെ അഡ്രസ് ഒക്കെ നോക്കി, ഡാറ്റ അഡ്രസ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ആ ഡാറ്റ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. അതാണ് സ്വിച്ച് ചെയ്യുന്ന പരിപാടി. ഇനി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാൻഡുകളെ തമ്മിൽ യോജിപ്പിക്കാൻ ഓർക്കാം. അപ്പൊ ലാൻഡ് അല്ല ലാൻ ആണ്, രണ്ട് ലാനുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ആളെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലാനിന്റെ കൂടെ നമ്മൾ പാനും മാനും വാനൊക്കെ പഠിച്ചു. ഇനി റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ലാനും വാനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ റൂട്ടർ എന്ന് പറയാ. പക്ഷെ അവിടെ ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ അതിന്റെ അഡ്രസ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ടായിരിക്കും, കറക്റ്റ് പാതയിലായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹബിന്റെ മോഡിഫൈഡ് ആണ് സ്വിച്ച്. ഓക്കെ, ഹബിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ് സ്വിച്ച് എന്ന് ഓർത്ത് വയ്ക്കാം. അതേപോലെ ബ്രിഡ്ജിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ് റൂട്ടർ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി റൂട്ടറിൽ നമ്മൾ പറഞ്ഞു ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണ്.
അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണെങ്കിൽ, ഡിഫറന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഗേറ്റ് വേ അല്ലെ. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു. കണ്ടോ, ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ അറിഞ്ഞു വെച്ചേക്ക നമുക്ക് മോഡം ഉണ്ട്. മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേഷനും ഡീമോഡുലേഷനും നടക്കുകയാണ്. അതായത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കിയിട്ട് വീണ്ടും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുന്നു. നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടുന്ന് സെൻഡ് ചെയ്യണ സമയത്ത് ഈ ഡിജിറ്റൽ സിഗ്നൽ തന്നെ അപ്പുറത്ത് ഡിജിറ്റൽ ആയിട്ട് കിട്ടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റലിനെ ആദ്യം അനലോഗ് ആക്കുന്നു, അതിനുശേഷം അനലോഗിനെ വീണ്ടും ഡിജിറ്റൽ ആക്കുന്നു. ഈ ഒരു പരിപാടി ചെയ്യുന്ന ആളാണ് ആര്, മോഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതാണ്: പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ സ്വിച്ചിന്റെ കേസിൽ നമുക്ക് പറയാം, സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ടർ ആയിട്ട് പറയാം അല്ലെ. അപ്പൊ സ്വിച്ച് ആണെങ്കിലും റൂട്ടർ ആണെങ്കിലും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ സ്വിച്ച് അല്ലെങ്കിൽ റൂട്ടർ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗേറ്റ് വേ ആണ് അല്ലെ. ഗേറ്റ് വേ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. സെയിം പ്രോട്ടോകോൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂട്ടർ ആയിരിക്കും അല്ലെ. ഇനി ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പൊ ഒരു മുറിയിലെ കമ്പ്യൂട്ടറുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയാ, ലാൻ എന്ന് പറയാ. ഓക്കെ, ഇനി മാനിന്റെ പൂർണ്ണ രൂപം നമ്മൾ പറഞ്ഞു മെട്രോപോളിയൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെ. ഒരു സിറ്റിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ കേബിൾ ടി വി ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി കേബിൾ ടി വി ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന്റെ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാൻ ആണ് അല്ലെ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ: ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര് പാൻ ആണ്. ഏറ്റവും ചെറുത് പാൻ, അതിനേക്കാളും കുറച്ചും കൂടെ വലുത് ലാൻ, അതിനേക്കാളും വലുത് മാൻ, അതിനേക്കാളും വലുത് വാൻ. ഓക്കെ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇന്റലിജന്റ് ഉപകരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു എന്താ, ഹബിനേക്കാളും ഇന്റലിജന്റ് ആണ് സ്വിച്ച് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ബ്രിഡ്ജിനേക്കാളും ഇന്റലിജന്റ് ആണ് റൂട്ടർ, ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? സ്വിച്ചും റൂട്ടറും ആണ് കേട്ടോ. ഇനി റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വീക്ക് സിഗ്നൽസിനെയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.